Hello guys, welcome back to my YouTube channel. I am Avani. You're watching Avani House World. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. അപ്പോൾ ഈ ഗായ്സ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ കരുതി ഇന്നൊരു വ്ളോഗ് എടുക്കാം. ആക്ച്വലി ഞാനൊരു 6 months ശേഷം കേട്ടോ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. വരണമെങ്കിൽ വാ, തല അടിച്ചിട്ട് പോവാം. അപ്പോൾ ഗായ്സ് ഞാനൊരു 6 months ശേഷം കേട്ടോ ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എത്ര നാളെ എനിക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എനിവേ അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ലോങ് വീഡിയോ പോലെ എടുക്കാം എന്നൊക്കെ. അപ്പോൾ ഗൈസ് ഞാൻ രാവിലെ എണീറ്റിനി കുളിക്കാനായിട്ട് പോവുകയാണ്. എണീറ്റുള്ളൂ കേട്ടോ, ആയിക്കോലെ. പിന്നെ ബട്ട് ഗൈസ് നിങ്ങൾക്കറിയോ, കഴിഞ്ഞ വർഷം വരാനുള്ളൊരു ബർത്ത്ഡേ എന്തുവാ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കാണെങ്കിൽ 18 വയസ്സ് അങ്ങോട്ട് ആയിക്കോളാൻ വയ്യ. ഇപ്പോൾ 19 കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 3-4 ദിവസം മുന്നേ തൊട്ടേ ഞാൻ ഭയങ്കര പ്ലാനിങ്ങാണ്. അയ്യോ ബർത്ത്ഡേ ആവും ഭയങ്കര ത്രില്ലായിരുന്നു. പക്ഷെ 18 വയസ്സാവും എന്തൊക്കെയോ ആന്നൊക്കെ. പക്ഷെ ഒന്നുമല്ല ഗൈസ്, ഇപ്പോൾ 19 ആകുമ്പോഴത്തേനും ഒരു ചെറിയ സങ്കടം. മറ്റേതൊക്കെ നമുക്ക് 3-4 ദിവസം മുന്നേ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ എന്തുവാ ഭയങ്കര കാര്യമല്ല. പക്ഷെ ഇപ്പം ഈ ഒരു വർഷം എനിക്കിങ്ങനെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ബർത്ത്ഡേ നോർമൽ ഡേ. ബട്ട് ഇന്ന് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നുന്നു കേട്ടോ, സ്പെഷ്യലായിട്ട് അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. സോ യാ, അപ്പോൾ ഗായ്സ് ഞാനിനി പോയി കുളിക്കാനായിട്ട് പോവുകയാണ്. കുളിക്കണം, അമ്പലത്തിൽ പോകണം, തിരിച്ചുവരണം, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഗൈസ് ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഒക്കെ ഇതിൽ കാണും. ബട്ട് ക്ഷമിക്കുക ഗൈസ്, നമുക്ക് പോകെ എല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഗൈസ് ഇത് ബർത്ത്ഡേയുടെ തലേന്ന് എടുക്കുന്ന ഒരു വീഡിയോ കേട്ടോ. അങ്ങനെ അമ്മ ഇഞ്ചിക്കറി വെക്കാനായിട്ട് ഇഞ്ചിയൊക്കെ ചുരണ്ടി ഇങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചേക്കുമായിരുന്നു. ഇത് അമ്മ സദ്യ കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന. അപ്പം ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ തലേന്ന് തന്നെ ഇഞ്ചിക്കറിയും പിന്നെ ഈ അരിഞ്ഞ് വെക്കേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് എളുപ്പമായല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഞാനും അച്ഛനും കൂടെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി എൻ്റെ പേരിൽ അർച്ചനയൊക്കെ കഴിച്ചു. സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത് ഡേറ്റും നാളും ഒരു ദിവസമായിട്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന. അങ്ങനെ അർച്ചന എല്ലാം കഴിച്ചു. പിന്നെ വീട്ടിലൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറി ഞാൻ വീണ്ടും പായസം വെക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയാണ് ഗൈസ്. പിന്നെ അപ്പോഴത്തേനും പൊന്നു വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഈ വീഡിയോസ് എല്ലാം എടുത്തത് പൊന്നുമായിരുന്നു. അങ്ങനെ പൊന്നു നിങ്ങൾക്ക് അറിയായിരിക്കും, ഓൾമോസ്റ്റ് എൻ്റെ കുറേ വീഡിയോസിൽ അവൾ വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് അതിനുശേഷം കേക്കൊക്കെ ആയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയിൽ പായസമൊക്കെ ഇളക്കിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതെല്ലാം പൊന്നു എടുത്ത വീഡിയോസ് ആട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പായസം ആ ഒരു പാത്രത്തിൽ കൊള്ളുന്നതിനേക്കാളും തോനെയായിപ്പോയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് 2 പാത്രത്തിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് എൻ്റെയും പൊന്നിൻ്റെയും ഒക്കെ പ്രഹസനമാണ് ഗെയ്സ്. പിന്നെ ഗെയ്സ് ഇതെനിക്ക് ഈ വർഷത്തെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ കുറച്ച് ഡെക്കറേഷൻ്റെ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ കേക്കൊക്കെ കൊണ്ടുവന്നു. പിന്നെ അതിനുശേഷം പൗവൊക്കെ വന്നപ്പോൾ അവർ ഒരു ആവണിയുടെ വ്ളോഗിൽ കൊടുക്കാനാണ്. ബൈ ഗായ്സ്. അപ്പം നമ്മൾ ആവണി വളരെ ബിസിയിലാണ് ഗായ്സ്. ഇതാണ് ബർത്ത്ഡേ ഗേള്, ഇതാണ് നമ്മള് ബർത്ത്ഡേയിലെ ഗേള്. ഹായ്. വലിയ ഷോയിൽ നടക്കണ്ട, ഈ കള്ളത്തിലാണ് ഉണ്ടാ. നീ അങ്ങ് ഊതി ആദ്യമല്ലാതെ അന്നറിയാലേ ബർത്ത്ഡേക്ക് അറിഞ്ഞൂടാ. ഒരു ബലൂൺ പെരുപ്പിക്കാൻ ആരോഗ്യമില്ലാത്ത കുട്ടികളാണ് കേസ് ഇവിടെ നിൽക്കുന്നത്. ഓ ഹലോ ഗായ്സ്. വീട്
ഹലോ ഗായ്സ്. അങ്ങനെ ഗൈസ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഇതെന്താ ഗായ്സ്? ഹായ് പറ. അപ്പോൾ ഗൈസ് ഇതാണ് പാർച്ചേച്ചി. അപ്പോൾ പാർച്ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റാട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കുറേ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന. ഗൈസ് അത് ആക്ച്വലി ഫിൽറ്റർ ആട്ടോ, ലിപ്സ്റ്റിക്ക്. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു നല്ല ഫോട്ടോ. അപ്പോൾ ഗൈസ് ചേച്ചി കൊണ്ടുവന്ന ഗിഫ്റ്റാണിത്. പിന്നെ എനിക്ക് അനന്ത് വന്നിട്ടുണ്ടായിരുന്നു. അവന് ഉച്ചയ്ക്ക് വരാൻ പറ്റിയില്ല, അങ്ങനെ അവൻ വൈകിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗൈസ് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കോലം കണ്ടിട്ട് ആരും മൈൻഡാക്കണ്ട. അപ്പം ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാവരും വീട്ടിൽ പോയി. അപ്പം ഞാനും അമ്മയും അച്ഛനും അമ്മൂമ്മയും മാത്രമായി ഗൈസ്. അങ്ങനെ ഈ വർഷത്തെ പിറന്നാളും കഴിഞ്ഞു. ഇനി അടുത്ത വർഷം അങ്ങനെ എനിക്ക് 19 വയസ്സായിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഓൾറെഡി പ്രായപൂർത്തിയായി, എന്നാൽ വീണ്ടും പ്രായപൂർത്തിയായി ഗൈസ്. ഇന്നത്തെ ദിവസം കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഫ്രണ്ട്സ് എല്ലാവരും വന്നു. ഒത്തിരി നാൾക്ക് ശേഷം നമ്മൾ +2 കുറേ പേരൊക്കെ ഒരുമിച്ച് മീറ്റ് ചെയ്തു. എല്ലാവരും ഉണ്ടായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ കുറേ പേർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഭയങ്കര പാർട്ടിയും കാര്യമൊന്നും അല്ലായിരുന്നു, എന്നാലും എല്ലാവരും മീറ്റ് ചെയ്യാനൊക്കെ പറ്റിയതിൽ സന്തോഷം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു പുതിയ വീഡിയോ ഒന്നിടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഒത്തിരി പേര് ഇപ്രാവശ്യം വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് സ്റ്റോറി കമൻറ്റ്സിനൊക്കെ ഗൈസ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഓ മൈ ഗോഡ്, എൻ്റെ ഫോട്ടോ എല്ലാവരും സ്റ്റോറിയൊക്കെ ഇടുമ്പോൾ. ഓക്കെ, എനിവേ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ പറയുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലോ എന്നിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വേണമെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്ക് അതൊക്കെ പോലെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അതിലേക്കും ബൈ ബൈ.